ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രാമനവമിയാണ് വരാൻ പോകുന്നത്. അതായത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജന്മദിനം. ഭഗവാൻ എന്നാണ് ജനിച്ചത്? ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി തിഥിയിലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവതരിച്ചത്. ശുക്ലപക്ഷത്തിലെ നവമി തിഥി തുടങ്ങുന്നത് 26-ാം തീയതി, മാർച്ച് 26-ാം തീയതി രാവിലെ 11:48 മുതൽ 27-ാം തീയതി രാവിലെ 10:06 വരെയാണ്. ഇവിടെ ഒരു തർക്കം വരുന്നുണ്ട്. അതായത് ഉദയത്തിൽ നവമിയുള്ള ദിവസമായ 27-ാം തീയതിയാണോ അതോ ഉച്ച സമയത്ത് നവമിയുള്ള 26-ാം തീയതിയാണോ രാമനവമിയായി ആഘോഷിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉച്ച സമയത്ത്, മധ്യാഹ്ന സമയത്താണ് അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ പറയുന്നത് ഉദയത്തിൽ നവമിയുള്ള സമയത്തല്ല, ഭഗവാൻ അവതരിച്ച സമയം, അതായത് ഉച്ച സമയത്ത് ഏത് ദിവസമാണോ നവമി വരുന്നത്, നവമി തിഥിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആചരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അയോധ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 26-ാം തീയതിയാണ് നവമിയായി, രാമനവമിയായി ആഘോഷിക്കുന്നത്. ഭഗവാൻ ഉച്ച സമയത്താണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ മധ്യാഹ്ന പൂജ എന്ന് പറയുന്നത് രാവിലെ 11:15 ആരംഭിച്ച് ഉച്ചയ്ക്ക് 1:41 കൂടി സമാപിക്കും. ഇത്രയും സമയമാണ് ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉച്ചയ്ക്ക് 12:28 എന്ന് പറയുന്ന ആ സമയം വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഈ സമയത്താണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അവതാരം നടന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും ഒക്കെ തന്നെ നടത്താറുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഈ കാലഘട്ടത്തിന്റെ ഈശ്വരനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്? ഈ കലിയുഗത്തിൽ രാമന് വളരെയധികം പ്രാധാന്യമുള്ളത് എന്തുകൊണ്ടാണ്? ഭഗവാൻ മഹാവിഷ്ണു പല അവതാരങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ പറയും ദശാവതാരം. അതുകൂടാതെ ധാരാളം അംശാവതാരങ്ങളും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെതായി ഉണ്ടായിട്ടുണ്ട്. ഈ അവതാരങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും ശ്രേഷ്ഠമായ അവതാരം എന്ന് പറയുന്നത് രാമ അവതാരമാണ്. ഈ കാലഘട്ടത്തിന്റെ ഈശ്വരനാണ്. എന്തുകൊണ്ടാണ്? പൂർണ്ണമായ മനുഷ്യരൂപത്തിലുള്ള അവതാരമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. കാരണം ഒരു മനുഷ്യന് എന്തൊക്കെ ചാബല്യങ്ങളുണ്ടോ, എന്തൊക്കെ ദുഃഖങ്ങൾ അവൻ അനുഭവിക്കണമോ, ആരുടെയൊക്കെ സഹായങ്ങൾ അവൻ സ്വീകരിക്കണമോ, എങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കണം, ഇതെല്ലാം നമുക്ക് കാണിച്ചു തന്ന ഈശ്വരനാണ് ശ്രീരാമചന്ദ്രൻ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അതുകൊണ്ട് തന്നെ പല അത്ഭുതങ്ങളും ഭഗവാന് സ്വീകരിക്കാം. പക്ഷെ അദ്ദേഹം ഒരു അത്ഭുതവും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ അതിൽ കൂടുതൽ ദുഃഖങ്ങൾ സ്വന്തമായി അനുഭവിച്ച് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്ന ഈശ്വരനാണ്. ഓരോ സാഹചര്യത്തിലും അവൻ എങ്ങനെയൊക്കെ പെരുമാറണം, ഒരു രാജാവായിരിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവൻ്റെ കുടുംബത്തിനാണോ ഒരു രാജാവ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്നാലൊരു ഭർത്താവായിരിക്കുന്ന സമയത്ത് അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒരു അച്ഛനായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യണം, ഒരു മകനായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള പല 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 കാര്യങ്ങളിലൂടെ, പല തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ ഒരു രാജാവായിരിക്കുകയും അക്കൂട്ടത്തിൽ ഭർത്താവും അച്ഛനും മകനുമൊക്കെ ആയിരിക്കുന്ന സമയത്ത് അയാൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആരെയൊക്കെയാണ് തന്നേക്കാൾ വളരെ താഴ്ന്ന നിലയിലെന്ന് നമ്മൾ പറയുന്ന സാധാരണ മൃഗങ്ങളായ കുരങ്ങന്മാരോട് സന്ധി ചെയ്യുകയും, നമ്മൾ സാധാരണ പറയും മനുഷ്യർ കുരങ്ങന്റെ സഹായം സ്വീകരിച്ചു, അങ്ങനെ
കുരങ്ങന്റെ സഹായം സ്വീകരിക്കുകയും അവരിലൊക്കെ ഈശ്വരനുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയും ഒന്നും തന്നേക്കാൾ ചെറുതല്ല, ഒരു കുരങ്ങിന്റെ പോലും സഹായം തനിക്ക് സ്വീകരിക്കാൻ സാധിക്കും. ശ്രീരാമചന്ദ്രൻ, ഭഗവാനായ രാജാവായ ശ്രീരാമചന്ദ്രൻ ഒരു കുരങ്ങന്റെ പോലും സഹായം സ്വീകരിക്കുന്നു. അതിൽ നിന്നും കുരങ്ങനും മനുഷ്യനും ഒന്നും ഭേദമില്ല, എല്ലാം ഒന്നു തന്നെ. ഒരുപക്ഷെ മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനാണ് കുരങ്ങൻ എന്നുവരെ ഞാനും നീയും ഭിന്നരല്ല എന്ന് പറഞ്ഞു തന്ന ഈ കലിയുഗത്തിന്റെ, ഈ യുഗത്തിന്റെ രാജാവാണ്, ഈ യുഗത്തിന്റെ ഈശ്വരനാണ് ശ്രീരാമചന്ദ്രൻ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഹനുമാനെ പ്രാർത്ഥിക്കാതെ എന്നെ വന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ തന്നെയാണ് ഞാനെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഓരോ ചരാചരങ്ങളെയും നമ്മൾ കാണേണ്ടത്? വലിപ്പ ചെറുപ്പമല്ല, ജാതി വ്യവസ്ഥിതികളില്ല, വർഗ വിവേചനങ്ങളില്ല, ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല. എല്ലാവരും ഒന്നാണ്. എല്ലാവർക്കും സുഖമുണ്ടാകണം. എല്ലാവർക്കും സുഖമുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ സ്വയം ഉരുകി തീരുകയാണ് എന്ന് കാണിച്ചു കൊടുത്ത മഹത്തായ രാജാവായിരുന്നു ശ്രീരാമചന്ദ്രൻ. വളരെയധികം പ്രയാസങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള, ഇതാണ് മനുഷ്യ ജന്മം എന്ന് കാണിച്ചു തന്നിട്ടുള്ള രാജാവാണ്, ഈശ്വരനാണ് ശ്രീരാമചന്ദ്രൻ. തനിക്ക് വളരെ സുഖകരമായ ഒരു ബാല്യം, ആ ബാല്യത്തിൽ തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശത്രുക്കളെ നേരിടാനായി കാട്ടിലൂടെ ചെരുപ്പ് പോലും ഇല്ലാതെ കല്ലും മുള്ളുകളും ചവിട്ടി ദുഷ്ടരായ രാക്ഷസന്മാരെ കൊന്ന് മഹർഷിമാരെ സംരക്ഷിക്കുന്നതിനായിട്ട് പോകുന്നു. അങ്ങനെ പോകുന്നതിൻ്റെ ഒടുവിൽ ഭഗവാൻ വിവാഹം കഴിക്കുന്നു. ആ വിവാഹ സമയത്ത് പോലും ഭഗവാൻ മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം, അവരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ താൻ മാത്രമല്ല, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സഹോദരന്മാരും അവർക്കും പെൺകുട്ടികളെ കൊടുത്താൽ മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ. അല്ലാതെ തനിക്ക് മാത്രമായി ഒരു സുഖവും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ 4 രാജകുമാരന്മാരുടെയും വിവാഹം ഒരേ ദിവസം നടന്നത്. അങ്ങനെ സഹോദര സ്നേഹം നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ വിവാഹമൊക്കെ കഴിച്ച് തിരിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് ചെന്ന ശ്രീരാമചന്ദ്രനെ എന്താണ് കാത്തിരുന്നത്? യുവരാജാവ് എന്ന പദവിയാണ് കാത്തിരുന്നത്. അച്ഛൻ്റെയും അമ്മമാരുടെയും അനുഗ്രഹം മേടിച്ചുകൊണ്ട് നടന്ന വിവാഹം, അതിൻ്റെ ഒടുവിൽ യുവരാജാവ് എന്ന പദവിയിലേക്ക് ശ്രീരാമചന്ദ്രൻ ഉയർത്തപ്പെടുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. നാളെയാണ് സ്ഥാനാരോഹണ ചടങ്ങ്. ആ ചടങ്ങിന് വേണ്ടിയിട്ട് മുന്നോടിയായിട്ടുള്ള എല്ലാ പൂജകളും കർമ്മങ്ങളും അനുഷ്ഠിച്ച് നാളെ രാജാവാകും എന്ന് ചിന്തിച്ചിരുന്ന ആ രാജകുമാരൻ്റെ മുമ്പിലേക്ക് എന്താണ് വന്നു വീഴുന്നത്? ഇടുത്തി പോലെയുള്ള ഒരു വാർത്ത. രാജാവാക്കുകയില്ല എന്ന് മാത്രമല്ല, കാട്ടിലേക്ക് പൊയ്ക്കൊള്ളണം. എത്ര ക്രൂരമായ വിധിയാണ് അവിടെ ശ്രീരാമചന്ദ്രനെ കാത്തിരുന്നത് എന്ന് ആലോചിക്കുക. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് അനുജനായ ലക്ഷ്മണനെയും അടുത്ത കാലത്ത് വിവാഹം കഴിച്ച, വളരെ കുറച്ചു കാലമേ ആയുള്ളൂ വിവാഹം കഴിച്ചിട്ട്, അങ്ങനെയുള്ള സീതാദേവിയെയും കൊണ്ട് കാട്ടിലേക്ക് പോകുന്നു. ആ പോകുന്ന ആ ഒരു യാത്രയുടെ ഇടയിൽ വെച്ചാണ് തൻ്റെ പിതാവ് മരണപ്പെടുന്നത്. ആ വാർത്ത ശ്രീരാമചന്ദ്രൻ അറിയുന്നില്ല. അവസാനമായിട്ട് താൻ ജീവനു തുല്യം സ്നേഹിച്ച തൻ്റെ അച്ഛൻ്റെ ആ മൃതശരീരം ഒന്ന് കാണുന്നതിന് പോലും ശ്രീരാമചന്ദ്രന് സാധിച്ചില്ല. അച്ഛൻ്റെ അന്തിമ കർമ്മങ്ങൾ ചെയ്യാൻ താമസിച്ചു പോയി. അവസാനം അറിയുന്ന സമയത്താണ്, പിന്നീടാണ് അച്ഛൻ്റെ മരണാനന്തര കർമ്മങ്ങൾ, ആ ബലികർമ്മങ്ങളെല്ലാം തന്നെ ഗയയിൽ വെച്ച് ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഗയാശ്രാദ്ധത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാകുന്നത്. അങ്ങനെ ആ മരണാനന്തര കർമ്മങ്ങളുമെല്ലാം ചെയ്ത് പിന്നീട് സന്യാസിമാരെയും മഹർഷിമാരെയും ഒക്കെ കണ്ടുള്ള ആ യാത്രയുടെ അവസാനം എന്താണ് സംഭവിക്കുന്നത്? സീതാദേവിയെ രാവണൻ എന്ന അസുരൻ തട്ടിക്കൊണ്ടു പോകുന്നു. വീണ്ടും ദുഃഖം. ധാരാളം മൃഗങ്ങളുടെ സഹായത്തോടു കൂടി, ആലോചിക്കണം,
മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. യുവരാജാവായിരുന്നു. എല്ലാ വിധത്തിലുള്ള യുദ്ധതന്ത്രങ്ങളും അറിയാവുന്ന, നാളെ അയോധ്യ എന്ന രാജ്യം ഭരിക്കേണ്ടുന്ന ആ ശ്രീരാമചന്ദ്രൻ നിസാരന്മാര് എന്ന് നമുക്ക് തോന്നുന്ന കുരങ്ങന്മാരുടെ സഹായത്തോടു കൂടിയാണ് സീതാദേവിയെ വീണ്ടെടുക്കുന്നത്. അവിടെയും തുല്യതയാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ സീതാദേവിയെ വീണ്ടെടുത്ത് തിരികെ അയോധ്യയിലേക്ക് പോകുമ്പോൾ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, ദോഷകാലം അവസാനിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും ചിന്തിച്ചിരിക്കുന്ന ആ സമയത്താണ് വീണ്ടും ഇടുത്തി പോലെ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ദുരിതം വരുന്നത്. ഒരു രാജാവ് എന്ന നിലയിൽ പ്രജകളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൻ്റെ ഗർഭിണിയായ ഭാര്യയെ രാജാവിന് ഉപേക്ഷിക്കേണ്ടി വന്നു. ആ ശ്രീരാമചന്ദ്രൻ എന്ന രാജാവിന്റെ ഹൃദയം എത്രത്തോളം വേദനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ എല്ലാവരും പറയും, നിഷ്കരുണനായി, കരുണയില്ലാത്തവനായി, ഹൃദയമില്ലാത്തവനായി ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ച രാജാവാണോ, രാമനാണോ മര്യാദ പുരുഷോത്തമനെന്ന് നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ലക്ഷ്മണൻ പോലും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശ്രീരാമചന്ദ്രന്റെ മനസ്സ് എന്തായിരുന്നു എന്ന് നമ്മൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? അങ്ങനെ സീതാദേവിയെ തൻ്റെ അടുത്തു നിന്നും, സീതാദേവിയുടെ ആ ശരീരത്തെ തൻ്റെ അടുത്തു നിന്നും പറഞ്ഞയക്കേണ്ടി വന്നു. ശരീരത്തെ മാത്രം. തൻ്റെ പ്രാണനായിരുന്ന ലക്ഷ്മണന്റെ വരശകാരം ആ സമയത്ത് ശ്രീരാമചന്ദ്രന് കേൾക്കേണ്ടി വന്നു. അങ്ങനെ ദേവി പ്രസവിക്കുന്നു. 2 മിടുക്കന്മാരായ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ മുഖം ഒന്ന് കാണുവാൻ ശ്രീരാമചന്ദ്രന് സാധിച്ചുവോ? ആ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും രാമചന്ദ്രന് കാണാൻ സാധിച്ചുവോ? അദ്ദേഹത്തിന്റെ ഹൃദയം എത്രത്തോളം വേദനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. ആ കാലഘട്ടത്തിൽ എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം. ആരും അതിൽ യാതൊരു കുറ്റവും പറയില്ല. പക്ഷേ ഒരിക്കൽ പോലും ശ്രീരാമചന്ദ്രൻ അങ്ങനെയൊന്ന് ചിന്തിക്കുക പോലും ചെയ്തില്ല. ആ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും ഒന്നും കാണാതെ, കേൾക്കാതെ, അവരുടെ മുഖങ്ങൾ ഒന്ന് കാണുവാൻ പോലും സാധിക്കാതെ, ഹൃദയവേദനയോടുകൂടി തൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, അയോധ്യ എന്ന രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. അവസാനം മക്കളെ അച്ഛൻ കാണുന്നു. അമ്മയുടെ അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് അപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചു സീതാദേവി തിരിച്ചു വരുമെന്ന്. അവിടെയും അത് സംഭവിച്ചില്ല. പിന്നീട് താൻ ഏറെ സ്നേഹിച്ച, താൻ കണ്ടു വളർന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സരയൂ നദിയിൽ തൻ്റെ ശരീരം ഉപേക്ഷിക്കുകയാണ്. ലക്ഷ്മി ഇല്ലാത്ത ഒരു സ്ഥലത്തും വിഷ്ണുവില്ല. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ ആത്മാവ്, ശ്രീരാമചന്ദ്രന്റെ ദിവ്യ ജ്യോതിസ് അത് മഹാവിഷ്ണുവിൽ വിലയം പ്രാപിക്കുന്നു. സീതാദേവി ലക്ഷ്മി ദേവിയിലും വിലയം പ്രാപിക്കുന്നു. നമ്മൾ ഓരോ മനുഷ്യരും ശ്രീരാമചന്ദ്രന്റെ ജീവിതമാണ് കാണേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് ശ്രീരാമചന്ദ്രനും സീതാദേവിയും അനുഭവിച്ച് തീർത്തത്. ഇതാണ് ഈ യുഗത്തിലെ മനുഷ്യനെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. വലിയവരും ചെറിയവരുമില്ല, എല്ലാവരും സമന്മാരാണ്. ആർക്ക് ആരുടെ സഹായമാണ് എപ്പോഴാണ് സ്വീകരിക്കേണ്ടി വരുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് സകല ചരാചരങ്ങളെയും സ്നേഹിക്കണം, എല്ലാവരെയും തുല്യരായി കാണണമെന്ന ഒരു വലിയ പാഠം ശ്രീരാമചന്ദ്രൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു ഭരണാധികാരി
തൻ്റെ സ്വന്തം വികാരങ്ങളല്ല അവിടെ പ്രകടിപ്പിക്കേണ്ടത്. രാജ്യത്തിന് വേണ്ടി ജീവിക്കണം. അവിടെ തനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാം. പക്ഷേ അയാൾ ഒരു രാജാവാണെങ്കിൽ, അയാൾ ഒരു ഭരണാധികാരിയാണെങ്കിൽ അയാൾക്ക് അയാളുടെ സുഖങ്ങൾക്ക്, അയാളുടെ കുടുംബത്തിന്റെ സുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്ന വലിയൊരു പാഠം ശ്രീരാമചന്ദ്രൻ ഇവിടെ കാണിച്ചു തരുന്നു. സുഖങ്ങൾ വളരെ കുറവായിരുന്നു ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിൽ. ചെറുപ്രായത്തിൽ അനുഭവിച്ച സുഖങ്ങളല്ലാതെ പിന്നീട് എപ്പോഴാണ് അദ്ദേഹം സുഖങ്ങൾ അനുഭവിച്ചത്? ഇതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഒരു സുഖം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി അങ്ങോട്ട് സുഖമായിരിക്കും, പെട്ടെന്ന് തന്നെ ദുഃഖമാണ് വരുന്നത്. ദുഃഖം കുറെ കാലം അനുഭവിച്ചു കഴിയുമ്പം നമ്മൾ വിചാരിക്കും ദുഃഖമെല്ലാം മാറി, ഇനിയൊരു നല്ല കാലം വരും എന്ന് കരുതി ആശ്വസിക്കുമ്പോൾ അടുത്ത ദുരിതം അതിനേക്കാൾ കൂടുതലായി വന്നു വീഴും. ഇതാണ് മനുഷ്യ ജീവിതമെന്ന് നമുക്ക് കാണിച്ചു തന്ന ഈ കാലഘട്ടത്തിന്റെ ഈശ്വരനായ ശ്രീരാമചന്ദ്രൻ ജനിച്ചത്, അവതരിച്ചത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി തിഥിയിലാണ്. നവമി തിഥി ഉച്ച സമയത്ത് വരുന്ന 2026 മാർച്ച് 26 തീയതിയാണ് രാമനവമിയായി ആഘോഷിക്കുന്നത്. ചില ആചാര്യന്മാർ പറയുന്നു ഉദയത്തിൽ നവമി വരുന്ന ദിവസമാണ്, അതുകൊണ്ട് 27-ന് ആചരിക്കാം എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. എങ്കിലും പൊതുവെ 26 തീയതിയാണ്. ഉച്ച സമയത്ത് നവമി വരുന്നത് കൊണ്ട് 26 തീയതിയാണ് രാമനവമിയായി ആചരിക്കുന്നത്. അയോധ്യയിലൊക്കെ വളരെ വിശേഷപ്പെട്ട ചടങ്ങുകളാണ് നടക്കുന്നത്. മാതാ അമൃതാനന്ദമയി ദേവിയൊക്കെ ആഘോഷങ്ങളുടെ ഭാഗമാകാനായിട്ട് അയോധ്യയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം, അവരൊക്കെ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരമൊക്കെ തന്നെ നിങ്ങൾ പലരും അറിഞ്ഞു കാണും. അങ്ങനെ വളരെ വിപുലമായ ചടങ്ങുകളാണ് 26 തീയതി അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം എല്ലാവരും നോൺ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ ഒഴിവാക്കി ഏകാദശി വ്രതം പോലെ അനുഷ്ഠിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് പൂജകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രേഷ്ഠം. എങ്കിലും ഏകാദശി എങ്ങനെയാണോ നമ്മൾ അനുഷ്ഠിക്കുന്നത് അതേ രീതിയിൽ അന്നത്തെ ദിവസം കൂടി വ്രതമായി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് ഒരു രാമമന്ത്രം, ഒരു രാമനാമം പറഞ്ഞു തരാം. ആ രാമനാമം ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അന്നു മുതൽ നിങ്ങൾ ജപിച്ചു കൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊള്ളുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഈ നാമം ജപിക്കുന്നതിലൂടെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ 26 തീയതി രാമനവമി ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ദിവസം മുതൽ രാമായണത്തിലെ ഭഗവാന്റെ അവതാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ കുറേശ്ശെ നമുക്ക് പറയാം. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഭഗവാന്റെ കഥകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ആ കഥ കേൾക്കണം, പ്രാർത്ഥിക്കണം, മാധവത്തിന്റെ കൂടെ എന്നും ഉണ്ടാകണം. ഇനി നമുക്ക് നാമം ഒന്ന് നോക്കാം. ഈ നാമം എല്ലാ ദിവസവും 8 തവണ, ഏറ്റവും കുറഞ്ഞത് 8 തവണ വെച്ച് ജപിക്കണം. ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ രഘുകുല തിലകായ വശ്യശക്തി പ്രദായിനി ധർമ്മജ്ഞായ നമഃ. 8 മുതൽ 1008 തവണ വരെ ജപിക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 8 തവണ, 8, 108, 1008 ഇങ്ങനെയൊക്കെ നമുക്ക് ജപിക്കാം. വളരെ വളരെ ശ്രേഷ്ഠമായ നാമമാണ്. ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ ദുഷ്ടശക്തികളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഉണ്ടാകുമെന്നും ഒരു തരത്തിലുള്ള ദോഷങ്ങളും നമ്മളെ ബാധിക്കുകയില്ല എന്നുമാണ് വിശ്വാസം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴൊക്കെ നമ്മൾ രാമനാമം ജപിക്കുന്നുവോ, ഈ നാമം എന്നല്ല മറ്റേതു രാമനാമമാണെങ്കിലും ആ നാമം ജപിക്കുന്നതിനു മുമ്പ് ഓം ഹനുമതേ നമ എന്ന് ജപിക്കണം. കുറഞ്ഞത് 3 തവണയെങ്കിലും ജപിക്കണം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഹനുമാൻ സ്വാമിയുടെ നാമം ജപിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഹനുമാൻ സ്വാമിയുടെ രൂപം കൊണ്ടുവരികയും ഹനുമാൻ സ്വാമിയെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ ഏത് രാമനാമവും ജപിക്കാവൂ. ഈ നാമം എന്നല്ല, ഏതു രാമനാമം ജപിച്ചാലും
എന്തിനു പറയുന്നു? ഹരേ രാമ എന്നുള്ള നാമം ജപിക്കുന്നതിനു മുമ്പ് പോലും ഹനുമാൻ സ്വാമിയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരികയും ഹനുമാൻ സ്വാമിയെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയും ശരീരം കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ രാമ എന്നുള്ള പദം ഉച്ചരിക്കാവൂ. എങ്കിൽ മാത്രമേ ആ പദത്തിന്, ആ നാമത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ, ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുമുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭഗവാൻ തന്നെ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാമക്ഷേത്ര ദർശനം നടത്തുന്ന എല്ലാവരും ആദ്യം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച്, ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് നമസ്കരിച്ചതിനു ശേഷം മാത്രമേ ശ്രീരാമചന്ദ്ര സ്വാമിയെ കാണാൻ പാടുള്ളൂ. സാധാരണ നമ്മൾ പ്രധാന ദേവതയെ പ്രാർത്ഥിച്ചതിനു ശേഷം ഉപദേവതകളെ പ്രാർത്ഥിക്കും. പക്ഷേ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ആദ്യം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണം, അതിനുശേഷം മാത്രമേ ശ്രീരാമചന്ദ്ര സ്വാമിയെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അത് ക്ഷേത്ര ദർശനത്തിൽ മാത്രമല്ല, നാമജപത്തിലും ഈ ഒരു കാര്യം ബാധകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക. ഇനിയുള്ള ദിവസങ്ങളിൽ രാമനാമം ജപിക്കുക. ശ്രീരാമചന്ദ്രന്റെ കഥകൾ പരമാവധി പാരായണം ചെയ്യുകയും കേൾക്കുകയും ചെയ്യുക. മാധവത്തിന്റെ കൂടെ ശ്രീരാമചന്ദ്രന്റെ കഥകൾക്കായി നിങ്ങൾ കാത്തിരിക്കണം. എല്ലാ ദിവസവും നാളെ മുതൽ 8 മണിക്ക് രാമായണം ഭഗവാന്റെ അവതാര കഥ വരെ നമ്മൾ ഓരോ ദിവസമായി കുറേശ്ശെ പറയാം. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.